ഓ ഗേസ് വെൽക്കം ബാക്ക്. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞതാണ് ഇത്. മിഷൻ കാറ്റാണ് ഇതിലുള്ളത്. അപ്പോൾ ക്യു ക്യാസ് യു ക്യാൻ നമ്മൾ ഇത്ര ക്യൂരിയോസിറ്റിയോടെ ഇങ്ങോട്ട് പോകാനാണ് ഇത് പറയുന്നത്. ഇതിനെ പിന്തുടരണം. അപ്പോൾ കേസ് ഈ കാറ്റിൻ്റെ ആണ്. അപ്പോൾ കേസ് നമ്മൾ കുറച്ചുകൂടി പോകണം. എന്തൊക്കെയോ മിന്നാങ്ങളൊക്കെ ഉണ്ട്. പൂച്ചേനെ പിന്തുടരാൻ പറഞ്ഞിട്ട് പൂച്ചേനെ കാണുന്നില്ല കേസ്. ഫോളോ ദ ബ്ലാക്ക് കാറ്റ് എന്ന് ഇതിൽ പറയുന്നുണ്ട്. നമ്മളിവിടെ ബ്ലാക്ക് കാറ്റ് കാണാം. കേസ് ഒരു നീലക്കണ്ണുണ്ടോ? ഇത് നമ്മളെ വളർത്തു പൂച്ചയാ. അവൻ്റെ അടുത്ത് എത്താൻ ഇതെന്തോ 1 2 3 എന്തോ സ്പസിലാണ് കേസ്. റൈറ്റ് പ്ലേസ്. അപ്പോൾ അതല്ല ഇവിടെ ആണോ? 4 5 ഇനി 2 കണ്ടിരിക്കുന്നു. ഇതാ കേസ് ഒന്ന് അവിടെ ഉണ്ട്. ശരിയാണോ? 4 വേണ്ടല്ലോ, 4 അവിടെ അല്ലല്ലോ. 4 ഉണ്ടാവും. 4 അവിടെ ഉണ്ടോ? ഓ ഇല്ല കേസ്, 4 ഇല്ല. 4 ഇല്ല. അപ്പോൾ അവിടെ കിടക്കട്ടെ. ആവശ്യം 3 വേണം. 3 2 എന്തോ എന്താ 3 കിട്ടി. വേഗം കൊണ്ട് സ്പീഡില്ല കേസ് ഇതിൽ. നോക്കട്ടെ. ഇനി 2 വേണമല്ലേ? ഇത് 4 അല്ലേ? ഇത് വേണ്ടല്ലോ. അല്ലാണ്ട് ഒരു പുസ്തകമല്ല. കിടക്കട്ടെ. അപ്പോൾ നമ്മൾ നേരെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം തപ്പണം. നമുക്ക് ഇതിലൂടെ കുനിഞ്ഞെന്ന് പോകാൻ പറ്റുമോ? പറ്റില്ലേക്ക്. എന്താ സംഭവം? അപ്പോൾ ബേബീൻ്റെ എന്താ രക്ഷപ്പെട്ട്. അല്ലാണ്ട് ഓരോ പാല് കൊടുത്ത പപ്പി ഇടുന്ന ചെക്കനെയും കൊണ്ട് നടക്കണം. എന്തൊക്കെ ഉണ്ടല്ലോ. അവിടെ എന്തോ പ്ലഗ് കുത്താനാ കേസ്. എന്തോ സാധനത്തിൽ പിടിച്ചവിടെ കുത്തണം. എന്നാലും തുറക്കുക 2 അപ്പുറത്തും ഉണ്ട് എന്തോ വട്ടത്തിലുള്ളത്. ഹാമർ വെച്ച് പൊട്ടിക്കാനാവോ? നോക്കിയാലോ. ഹാമർ വെച്ച് പൊട്ടിക്കാനെങ്കിലും പറ്റൂല കേസ്. ഈ റേഡിയോ സെപ്റ്റംബർ 14 റേഡിയോ നമുക്ക് പറഞ്ഞു തരിക കേസ്. കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇതിനാണിപ്പോൾ ആ റേഡിയോനൊക്കെ പഠിപ്പിച്ചത്. തുറന്ന് അപ്പോഴേക്ക് പൂച്ച വണ്ടിയാണ്. ഈ പൂച്ച ഒരു റാബിറ്റാണ് കുറച്ചേരോടെ അവിടെ നിൽക്കാൻ. പൂച്ച നിൽക്കൂല. എന്തോ ഒരു പൂച്ച. കറുത്ത പൂച്ച. ഇഷ്ടമല്ല അങ്ങനത്തെ പൂച്ചേനെ. നീലക്കണ്ണുള്ള പൂച്ച ഇവിടെ. ഇത് തുറന്ന് നമുക്ക് പോകേണ്ടി വരും. ഇതെന്താ സംഭവം? ഇത് കറക്കുമ്പോൾ അവിടെ ഓപ്പൺ ആവണം. മറ്റേ ഇത് തോന്നും. അപ്പോൾ ഈ ഫർണസ് എന്താക്കിയുണ്ട്? ഫർണസ് ചൂടാക്കണം. ഫർണസ് ചൂടാകുമ്പോൾ ഡോർ തുറക്കുമോ? അങ്ങനെ വേണേ അങ്ങനെ. ഈ ഡോർ ലോക്ക് ഇടട്ടോ. ലിസ്റ്റാർട്ട് ചെയ്തുണ്ടോ? അപ്പിടി വലിച്ചാൽ ഡോർ അൺലോക്ക് ആവും. അതിന് നമുക്ക് അതിനുള്ളിലെത്തണമെങ്കിൽ ആ ഡോറിൽ പോകേണ്ടി വരും. മേലോട്ട് എന്തോ സാധനം ഉണ്ടോ നോക്കട്ടെ. ഫർണസ് ചൂടാക്കാനായിട്ട്. ഫർണസ് ചൂടാക്കുന്ന മരത്തടി എന്തോന്നു. മരത്തടിയിൽ കിട്ടിയതിൽ സുഖം കിട്ടും. താഴെ ഓടുന്നില്ല. നിൽക്കിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഒന്നുമില്ല. തിരിച്ചിട്ടെന്തോ ചെയ്യേണ്ടത്. ഇപ്പൊ കേസ് ഒന്നുകൂടി നമ്മൾ പോയി നോക്കാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ വല്ല വേറൊന്നുമുണ്ട്. ഫർണസ് ചൂടാക്കാത്തതിൽ കിട്ടാതെയോ? ഇതേ കിട്ടാതെ കേസ്. അല്ലെ നമുക്ക് ഇത് വെച്ച് കമ്പി പൊളിക്കാനാവോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഇത് ലൈവ് അല്ലല്ലോ. എന്നാലും കമൻറ്റ് ചെയ്യും എന്താ ചെയ്യേണ്ടതെന്ന്. ഈ വിവരം കിട്ടവനൊരു വിവരം കാണിച്ചിട്ട് ഇത് എൻഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അത് കളിച്ചിട്ട് എൻ്റെ റെക്കോർഡ് ചെയ്ത സംഭവമല്ലേ. അത് കുറച്ചതാ റെക്കോർഡ് ചെയ്തില്ല. കളിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിട്ട്. അപ്പോൾ ക്യാറ്റിൻ്റെ അത് മുട്ട സീനുള്ള കളിയാണ്. എനിക്കറിയാൻ കൊണ്ട് അറിയാൻ കുറച്ച് പാടാണ്. അതിൽ കളിക്കാൻ കുറച്ച് പാടാണ്. ഇതിങ്ങനെ തപ്പി നടക്കുകയുണ്ടാവും. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താൽ വേഗം കിട്ടും. ലൈക്ക് ചെയ്താൽ മരവും കിട്ടും. മരം എടുത്ത് പൊളിക്കാനാവോ? ഇല്ല.
എനിക്ക് സ്മൂത്ത് സ്പീഡിലല്ലോ അന്വേഷിച്ചു. June 2nd, log 940. Painting travel continues to be the best way to journey between worlds. I must stay hidden from the child. I risk the same fate as the others. It's hard not to worry about being followed back though. എനിക്ക് തോന്നുന്നു ഈ അടിയിലോട്ട് തന്നെ എന്തോ സംഭവമുള്ളത്, അല്ലാണ്ട് ഇവിടെ മുകളിൽ ഒരു സാധനവും ഇല്ല. ഇപ്പോൾ അടിയിലോട്ട് പോകാം. ഈ കോൾ എന്തിനുള്ള കേസ്? കോള് ചൂടാക്കുന്നതല്ലേ? ഇപ്പോൾ കോളിട്ടത് ആവുമോ? ഒന്നെഴുത്തൊക്കെ കോളുണ്ടല്ലോ. കോൾ തന്നെ അല്ലേ? ആണല്ലോ. പോകുന്നില്ല എനിക്ക്. കോളെന്നിട്ട് കോളല്ലേ? കല്ലും കൊണ്ടാണോ കോളാ കേസ്? കത്തുന്നുണ്ട്. കൂടുതലിട്ട് കത്തുമ്പോൾ അവിടെ ഡോർ തുറക്കാൻ മതി. ഇതിലിട്ടിരിക്കാലോ, തീ കുറഞ്ഞു. നല്ലോണം കൂടുതലിടണം. വേഗം പെട്ടെന്ന് ഇടുക. ആ സ്ലോ മോഷനിൽ കളിക്കും. ആ സൂചി അപ്പുറത്തോട്ട് കേസും തിരിച്ചു പോകാം നമുക്ക്. അല്ലാണ്ട് ചൂടായാൽ അങ്ങനെ പൊട്ടും. ഈ ചൂടിനെ പൊറിച്ച് നമ്മളെയും കമ്പി ഇളകി പോവുക. ഈ എല്ലാ കമ്പി പറഞ്ഞാൽ ചെയ്യുന്നത്. തിരിച്ചു ക്യാമറ സ്വന്തം പോയി കുഞ്ഞിരിക്കാം. ഈ കോളിട്ടുണ്ടായാലും കുഞ്ഞു വേഗം പോകാം. താങ്ക്സ് ഫോർ പ്ലേയിങ്. നന്ദി ബേബി. ഈ ബേബീനെ കൊണ്ട് ഭയങ്കര ശല്യം. അതെന്താടാ പോയേ? കാറ്റ് വലുതുമാണ്. കുറച്ചേരം അനങ്ങാണ്ടായി പോയി അത് കണ്ടിട്ട്. എനിക്ക് പേടിയില്ലാത്തോണ്ട് അങ്ങനത്തെ പൊളിയുന്നടാ. ഞാനൊന്നും ചെയ്യുന്നില്ല. അല്ല, ഉറങ്ങി കഴിയുമ്പോൾ ഇതാവൂല. കഴിച്ചാലൊരു കളിയായി. ഇതൊന്നും അമ്മമ്മോ വീട് മാറി നമ്മള്. അതെന്താടാ ചോദിച്ച ബേബി എന്തോ വന്നു. എന്താ കിളി ചത്ത് കിടക്കുന്നത്. കിളി ചത്തുപോയി. എൻ്റെ കിളി ചത്തുപോയി. കൃഷ്ണനോ എൻ്റെ കിളി ചത്തുപോയി. കഞ്ചാവിൻ്റെ ചെടിയെല്ലാം എന്തൊക്കെ ചെടിയല്ലോ കൊണ്ട് ഇവിടെ ഒക്കെ ലോക്കുമാണ്. ഇങ്ങോട്ട് തുറങ്ങിയില്ല. ഇന്ത്യത്തിന് ഉച്ചത് അതൊക്കെ പിന്നെ എനിക്ക് ദേഷ്യം പിടിക്കാൻ. വെള്ളം കുടിക്കട്ടെ. അത് തുറക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തോ സ്വന്തം ഉണ്ടോ? അപ്പോൾ അതെന്തോ ഇങ്ക് ബാറ്ററി നമുക്കുണ്ട്. ഈ ബാറ്ററി ആണോ? അതാണ് ബാറ്ററി. അത് ഇങ്ക്. ഇത് ബാറ്ററി. ഇങ്ക് അവന് വേണോ? ഇങ്ക് വേണ്ടല്ലോ. ലിവറൊക്കെ പോകുമ്പോൾ പിന്നെ ഇപ്പോൾ തത്തവശം നമുക്ക് ആദ്യം ആ കിളി റോബോട്ടുകളിലേക്ക് ജീവൻ കൊടുക്കട്ടെ. റോബോട്ടുകൾക്ക് ഒരു പേരോട്ട്. നിന്റെ പേര് ചെല്ലപ്പൻ. എനിക്ക് ചെല്ലപ്പ കണ്ണു തുറക്കൂ. നീല കണ്ണാ. അപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ മതി. നീലക്കണ്ണുള്ളവരൊക്കെ ഹെൽപ്പർമാരാണ്. അല്ലാണ്ട് ബേബീൻ്റെ ചിഹ്നം വെച്ച് നോക്കുകയാണെങ്കിൽ ഓറഞ്ചാണ്. അപ്പോൾ അവന് നമ്മളാളാന്ന് തോന്നും. നീ ഈ വീഡിയോയിൽ നമ്മളുടെ ചിഹ്നത്തിൽ ഏർപ്പെടൂ. നമ്മളെ ചിഹ്നമായ പ്ലസ് അതിലേർപ്പെടൂ. ബേബിയുടെ ഒപ്പം പോരുത്. ബേബി നിന്നെ കൊന്നുകളയും. നിന്റെ റാബിറ്റിനെ കൊന്നു. ക്യാറ്റിനെ കൊന്നില്ല. ക്യാറ്റിനെ കൊന്നാൽ വിവരം അറിയില്ല. ക്യാറ്റ് ഓടിക്കണം. നീ പറക്കൂല. എന്തോ റോബോട്ടാണ് നീ. കിളിയാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യവും? എന്ത് കാര്യവും? പറക്കാത്ത എന്തോ പ്ലഗ് എന്തോട്ട് ഇവിടെ പിടിച്ചു വെക്കാം. എടാ അതായിരുന്നില്ലേ അത്? ഞാൻ പോകുമ്പോൾ ഞാൻ വേണമെന്ന് വിചാരിച്ചു. ഇതെന്താടാ നെഞ്ചത്തെന്താടാ? ബാറ്ററി ചാർജ് ആയില്ലടാ. പിന്നെന്താടാ പിന്നെയും ചാർജ് ചെയ്യും? ഇവിടെ ബാറ്ററിക്ക് ചോന്ന് കണ്ടത്. ആ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ചോന്ന് ചാർജ് അടി. 3 ചാർജ് ചെയ്യും.
അല്ലെങ്കിൽ അവന് ഷോക്ക് അടിച്ച് ഗീസ് നമ്മൾ ഷോക്ക് അടിക്കാണ്ട് നോക്കണം അവന് കുറച്ച് ടഫ് കളിയാണ് ഗീസ് കണ്ടോ ഷോക്ക് അടിക്കുന്നവന് ഷോക്ക് അടിക്കാൻ നമ്മൾ എല്ലാ കാര്യവും ചെയ്യണം. പിന്നെ ഷോക്ക് അടിക്കാണ്ടൊക്കെ സബ് ചെയ്യുക. സബ്സ്ക്രൈബ് അവരെ തല വരെ ആടിപ്പോകുമ്പോ എന്താ ഇത് ജയിച്ചില്ലെങ്കിൽ ഞാൻ പേര് മാറ്റി അക്കൗണ്ടിന്റെ പേരാണ് ഇത്. അവസാനത്തെ കളി ജയിക്കണം. അത് അറ്റത്താണ് ഒരു ചാൻസ് കൊടുത്താണ് എന്താ പറയുക അക്കൗണ്ടിന്റെ പേര് മാറ്റിയ നമ്മളാരും വീണ്ടടി. ആകെ കുറച്ച് ആൾക്കാരുള്ള അക്കൗണ്ടിന്റെ പേര് വെച്ചാണ് കണ്ടെത്തുന്നവരുണ്ട്. അപ്പൊ അക്കൗണ്ടിന്റെ പേര് മാറ്റിക്കാൻ ഞാൻ ഒരു എന്തോ കൊടുക്കും ചേട്ടോ. എന്തൊരു കഷ്ടമാണ് ഇത്. ആകെ ഒരു 500 വ്യൂസൊക്കെ ഇനി ഞാൻ വെറുതെ വീഡിയോ ഇട്ടാണ്. പക്ഷെ ഈ വീഡിയോ ഇട്ട് അവർ കാണുമ്പോൾ എനിക്കെന്തോ ഒരു സന്തോഷം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും. എല്ലാവരും വിചാരിക്കട്ടെ ഞാൻ ജീവനോടുണ്ടെന്ന്. ഒന്ന് ഷെയർ ചെയ്യും. എടാ കിളിയിൽ തല കറങ്ങുന്നു. ഇപ്പൊ താറാൻ ഹായ് കിളി. കിളിക്ക് ഇങ്ക് വേണം. ഇങ്കട അറിയാലോ. ഇവിടെ എത്തിയപ്പെടാ നമ്മൾ കണ്ടുപിടിച്ചത് നന്നായി. ഇല്ല ഈ ഇങ്കിന്റെ പേര് പറഞ്ഞാൽ ബേബീൻ്റെ അടുത്ത് പോണ്ടി വന്നേ. ഇവരില്ലാത്ത എന്നെയും കൊണ്ട് ഈ കിളിയെ കൊണ്ട് ഞാൻ എവിടെ പോവാനാ. ഹാപ്പിയായി. അവനോട് ലവ് ആണ്. എന്താണ് അവന്റെ മൂലം ഇല്ലേ? അതാ പൊട്ടുന്നവേ. എന്താടാ പറ്റിയൊരു തെറിച്ചു പോയി. അവിടെ ഇരിക്കടാ. അവിടെ ഇരിക്കണ്ട്. ഈ പ്ലഗിലൂടെ കുത്താൻ പറ്റുമോ? കുത്തി വയ്ക്കാലോ. എടാ ഡോറിടാ. ഡോറിൻ്റെ ആയിരുന്നില്ലേ അവൻ. എൻ്റെ കളി കണ്ട. ഞാൻ പ്രോ പ്ലെയർ ആയി കേസില്. എൻ്റെ മുമ്പിൽ ഈ ബേബീൻ്റെ ഫാദർ വരേണ്ടി വരും എന്നെ തോപ്പിക്കണമെങ്കിൽ കളിയിൽ. എന്താടാ മഷ്റൂം? ഇതെന്താടാ എന്തോ സാധനം? എന്തൊക്കെ കൊടുത്തുകൊണ്ട് ബാറ്ററി വല്ലോണ്. ഓക്കെ ഇത് ഓക്കെ. ഞാൻ നിങ്ങള് വേറൊരു സാധനം കാണിക്കാൻ. ഇവിടെ എന്താ കേടാ? ഇങ്ങോട്ട് പോടാ. ഇവിടെ പോയടാ. കിളി നമ്മൾ ജീവനോടെ പറത്തി വിട്ടു. പൈസ അതിൻ്റെ അടിയിൽ ഒരു സാധനം വെച്ചുണ്ടോ? ഇതെന്താ സംഭവം എന്ന് പറയുന്നത്? ഇത് വെക്കാൻ വേണ്ടി അടയാൻ വേണ്ടി വില എടുക്കാൻ വേണ്ടി വെച്ച സംഭവം. പക്ഷെ ഞാനത് ക്ലിപ്പ് കിട്ടിയില്ല. എടാ കിളി പോയില്ലടാ. എടാ അവനാരെ ജയിലിട്ടാ. പുറത്തേക്ക് പോകാൻ മോനെ. എന്താ സ്പാൻഡറിട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് വരൂ. ഓ ഇത് തല്ലി പൊളിക്കാനാണോ? എന്താ വേഗം പൊളിച്ചു വാ. പൊളിക്കണം. എങ്ങാണ് പോടാ. അവിടെ അത് ലിഫ്റ്റായിരുന്നോ? കണ്ടാല് ജയിലും പോലിക്കും. ലിഫ്റ്റൊക്കെ എന്താടാ ഈ കമ്പി? ലിഫ്റ്റ് ഇങ്ങനെയാടാ. ഓ പഴയകാല ലിഫ്റ്റ്. എന്റെ മുതുമുത്തച്ഛന്മാരുണ്ടാക്കിയ ലിഫ്റ്റാ. അപ്പൊ ഗീസ് അവൻ ഇനി തണ്ണി വേണം. തണ്ണിയല്ല തോയല. താങ്ക് യു ചേട്ടാ. അവന് കുടിക്കാനാട്ടോ. വിവരം കേട്ട ചങ്ങായിന്. ബേബിക്ക് ദേഷ്യം പിടിക്കും. ബേബി ആടെ അപ്പുറത്തായിരുന്നു. ബേബി നീങ്ങി ഇവിടം വരെ എത്തി. നിനക്കെന്താ ചുറ്റി ചെയ്യോ? ഹാമർ എന്താടാ ഹാമറൊക്കെ? ഞാൻ പുറത്ത് വന്ന് എടുത്താൽ പറയടാ കയ്യിലേ. എല്ലാത്തിനും എന്നെ വിളിക്കുന്നു. കളി കഴിഞ്ഞു. എൻ്റെ പിള്ളേറ്റ് 2 കൂടി ഉണ്ട്. ആ 2 കഴിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പൊളിയായി. ലിഫ്റ്റ് വന്ന് എൻ്റെ ചെക്കൻ സ്മാർട്ട് ബോയ്. പ്രസ് ഹിയർ. ഓ യൂസ് ദ ലിഫ്റ്റ്. ഈ ലിഫ്റ്റ് പൊളിയാ ചേട്ടാ. എന്താടാ എന്തോ പുറത്ത് വന്നല്ലോ അവിടെ. എടാ ബേബി എടാ പുറത്ത് വന്ന്. ഓക്കെ വെൽക്കം ബാക്ക് ഗെയ്സ്. അടുത്ത